ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്യാരറ്റും അണ്ടിപ്പരിപ്പും ചേർത്ത് വളരെ ടേസ്റ്റിയായ ഒരു പായസം തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാത്രം വെച്ച് ഇതിലേക്ക് 200 ഗ്രാം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 80 ഗ്രാം അണ്ടിപ്പരിപ്പ്, 1 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് ഇതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം ഇതിനെ നമുക്ക് അരച്ച് പേസ്റ്റാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇതിലിട്ട് നമുക്കൊന്നിതിനെ അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ 2 ടീസ്പൂൺ പാല് ചേർക്കാം. ഞാനിവിടെ പാലൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ ചെയ്യാൻ, പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർക്കാം. പാലൊഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം. ഇതിനെ വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഓരോരാളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഇതിന് മധുരം കുറവായിരിക്കും. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം.
ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് തണുക്കും തോറും നല്ലവണ്ണം ഒന്ന് കുറുകി വരുന്ന പായസമാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ചൂടോടുകൂടിയും തണുപ്പിച്ചും കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.